ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഷീ ഈസ് ഫാർ മോർ പ്രഷ്യസ് ദാൻ ഞാൻ ഈ കൊടുക്കുന്ന എല്ലാം. സോ ഈ ഒരു ഗിഫ്റ്റിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ഓൾ അത്രയും ഇത് വരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബ്ലൂ കളർ ടാങ്ക് ടോപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ടാങ്ക് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ഓൾക്ക് ഇതും കൂടി ഈ ഒരു ടാങ്ക് ടോപ്പ് ഓക്കും കൂടി ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. സോ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഗ്നോർ ദ പെട്ടി. ഓക്കെ, വേറെ പെട്ടിയൊന്നും കിട്ടിയില്ല. സോ ഞാൻ ഇനി വെക്കാൻ പോകുന്ന ജ്വല്ലറിയിൽ ഫസ്റ്റ് വൺ തന്നെ ഞങ്ങൾക്ക് വെച്ചത് വെച്ചാൽ ഈ ഒരു ബ്രേസ്ലെറ്റാണ്. ഈവിൾ ഐയുടെ ബ്രേസ്ലെറ്റാണ്. അവളുടെ ക്യാരക്ടർ വെച്ചാൽ ഭയങ്കര നല്ലതാണ്. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ 8 ഇയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. സോ ആരെയും കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രേസ്ലെറ്റ് തന്നെ ഫസ്റ്റ് വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സാധനം ആസ് യൂഷ്വൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഇടയ്ക്ക് ഇത് ഫേമസ് ആണ്. സോ ഈ ഒരു ഫ്ലവറിൻ്റെ ക്ലോ ക്ലിപ്പ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നാണ് കൺഫ്യൂഷൻ. ഓക്കെ, അവിടെ വെച്ചേക്കാം. ഇനി അടുത്തത് ഞാൻ എൻ്റെ കയ്യിലുള്ള 2 ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ക്ലോ ക്ലിപ്പ്, ഇതിന് എന്താ പറയുക, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ഇനിയാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള സംഭവം വരാൻ പോകുന്നത്. ഞാൻ 2 സ്കിൻ കെയറിനുള്ള സാധനവും ഒരു BB ക്രീമും വെച്ചെടുക്കുന്നുണ്ട്. അതിൽ പോൺസിൻ്റെത് ഫേസ് വാഷാണ്. അത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചപ്പോൾ ഒന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ കൊടുക്കാതെ വെച്ചു. പിന്നെ അവൾ സൺസ്ക്രീൻ തീർന്നു പറയുന്നുണ്ടായിരുന്നു. അവൾ ലോട്ടസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു BB ക്രീം എന്ന് വെച്ചാൽ എൻ്റെ ഷെയ്ഡിന് മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചാണ്. അപ്പോൾ ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് എന്നാൽ എനിക്ക് തന്നു എന്ന്. ചിലപ്പോൾ ഓൾക്കത് മേ ബി മാച്ച് ആവുമായിരിക്കും. സോ അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേറ്റവും എനിക്ക് ഫേവറേറ്റും മെമ്മറബിളും ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സീക്രട്ട് ടെംപ്റ്റേഷൻ്റെ റുബി എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. ഞാൻ ഇവളെ കാണുന്നത് മുതൽ ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഓൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ഇതൊന്ന് തുറക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വെച്ചത് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ ഞാനിത് യൂസ് ചെയ്തത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാനിത് പുതിയത് വാങ്ങിയതാണ്, അതുകൊണ്ട് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് വെച്ചതും. പുതിയത് വാങ്ങണ്ട എന്നോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഈ ഒരു ലിപ് ഗ്ലോസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ് ഗ്ലോസ്സാണ്. നല്ല ലിപ് ഗ്ലോസ്സാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ പഴയ ഒന്നും ഉണ്ടായിരുന്നു. സോ ഇത് പുതിയതാണ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടി വെച്ചപ്പോൾ പെട്ടി കംപ്ലീറ്റ് ആയെന്ന് വെച്ച് ഞാൻ ക്ലോസ് ചെയ്ത് പുതിയൊക്കെ ചുറ്റി. പിന്നെ ഞാൻ മനസ്സിലായത് മാൾസിൻ്റെ ഒരു ലിപ് ഡ്രിപ്പ് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് സാരമില്ല, പോട്ടെ അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.